ഗൈസ്, ഇപ്പൊ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും PR ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ അനുമോൾ, PR വിന്നർ എന്നൊക്കെ PR ജയിച്ചു എന്ന് മാത്രമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, PR കൊണ്ട് മാത്രമാണ് അനുമോൾ ജയിച്ചത്? അനുമോൾ അവിടെ ഒരു കണ്ടന്റ് കൊടുത്തിട്ടില്ലേ? ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും PR കൊടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടായിരുന്നു അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പബ്ലിക്കിന് വിസിബിൾ ആവാഞ്ഞത്? ബിക്കോസ് അവർ കണ്ടന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ കണ്ടന്റ് കൊടുത്ത ആൾക്കാർ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഈ 5 പേരും അങ്ങനെ തന്നെയാണല്ലോ. ത്രൂ ഔട്ട് അവർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവിധ വഴക്കുകളും ഈ 5 കണ്ടസ്റ്റൻസും എപ്പോഴും വിസിബിൾ ആയിരുന്നു പബ്ലിക്കിന്റെ മുന്നിൽ. ഓക്കെ, ശരിയും തെറ്റും രണ്ട് ഭാഗത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 5 പേരും വന്നിട്ടുള്ളത്. നിവിനൊക്കെ എന്ന് വെച്ചാൽ ഉണങ്ങിപ്പോയ നിവിൻ അവിടെ ചെന്ന് ബിഗ് ബോസിൽ കയറിയ ശേഷം വളരെയധികം നന്നായിട്ടാണ് ഇറങ്ങി വന്നത്. അറ്റ്ലീസ്റ്റ് നിവിൻ ഫുഡ് കട്ട് തിന്നെങ്കിലും അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ചിലരെന്താണോ ഗോസപ്പ് പറഞ്ഞ് മൂലയ്ക്ക് പോയിരുന്നിട്ട് അതൊക്കെ ഒരു കണ്ടന്റ് ആണോ? അതിനാണോ ഒരു ബിഗ് ബോസിൽ വന്നത്? അതല്ലെങ്കിൽ ഒരാളെ എങ്ങനെ തകർക്കാം, ബാക്ക് സ്റ്റാബ് ചെയ്യാം. അപ്പൊ ഈ ബാക്ക് സ്റ്റാബ് ഒക്കെ ചെയ്യുമ്പോഴേക്കും അത് ഓഫ്കോഴ്സ് അതൊരു കണ്ടന്റ് ആണ്. അത് പുറത്ത് വരുമ്പോൾ പബ്ലിക്കലി നെഗറ്റീവ് ആയിട്ടാണ് ഈ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നത്. അവർക്ക് ഒരു സപ്പോർട്ടും കാണത്തില്ല. സോ ദേ വിൽ ആഫ്റ്റർ എഫക്ട് എന്താണ്, സൈബർ ബുള്ളിങ്ങിനെയാണ് ആഫ്റ്റർ എഫക്ട്. അത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. അത് ഹെൽത്തി ആയിട്ട് എടുക്കുക. അതിപ്പോ എല്ലാ സീസണിലും എല്ലാ ബിഗ് ബോസും കഴിയുമ്പോഴേക്കും ലൈക്ക് ഇതുപോലത്തെ ട്രോൾസ് വരുന്നത് പതിവാണ്. ട്രോൾ ഇല്ലാത്ത ഏത് ബിഗ് ബോസ് ഉണ്ട്? എല്ലാ ബിഗ് ബോസിലും ഉണ്ട്. അങ്ങനെയാണ് റിയ സലീം ഒക്കെ പോയി ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടില്ലേ? എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ടൈമില്. അതുപോലെ തന്നെ ലൈക്ക് ഒരുപാട് ആൾക്കാർ, ഞാൻ എടുത്തു പറയേണ്ട കാര്യമല്ല, വ്യക്തിപരമായിട്ടൊന്നും എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ലുക്ക് കണ്ടന്റ് കൊടുത്തിട്ട് തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടും പബ്ലിക് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഷീ വാസ് നോൺ ടു എവ്രി വൺ. എല്ലാരാലും അറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ്. ചില സെലിബ്രിറ്റീസ് പറയും, ആരാണ് അനുമോൾ, എനിക്കറിയാത്ത അനുമോൾ, വാട്ട് ഇസ് ദിസ്? ഈ 3 മാസത്തെ ഉള്ള ഷോ ഒരിക്കൽ പോലും ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, ലൈക്ക് സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിയാൽ ഫുള്ളും ഈ അലിഗേഷൻസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ അറിയത്തില്ല എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു അസൂയ കുശുമ്പം. നമ്മൾ മറ്റൊന്നായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ചില ആൾക്കാർ ഈ ഷോ കാണും, ചില ആൾക്കാർ കാണത്തില്ല. അപ്പം കാണാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ബട്ട് ഷോയിലൂടെ മാത്രമല്ല അനുമോൾ ലൈക്ക് പബ്ലിക്കിന് അറിയാവുന്നത്. നിരവധി ഇനാഗുറേഷൻസ് പോയിട്ടുണ്ട്. പല TV സീരിയലും, ഷോസിലും, TV പ്രോഗ്രാംസിലും ഒക്കെ. ലൈക്ക് നോട്ട് ഓൺലി ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ വൈസ് ഓൾസോ ഷീ ഹാസ് വിസിറ്റഡ്. സോ അത് അങ്ങനെ പറയുവാണെങ്കിൽ ഷീ ഈസ് വെൽ നോൺ ടു എവ്രി വൺ. ഓക്കെ, ഒരു പരിധിവരെ അനുമോളെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അവരുടേതായ പേജസ് ഉണ്ട്, ഫാൻ പേജസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ടൈറ്റിൽ വിന്നറായി വന്നതിൽ എനിക്ക് യാതൊരു ഇതില്ല. ഞാൻ 2 പേരിൽ പ്രതീക്ഷിച്ച അനീഷും അനുമോള് തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലായിരുന്നു. വേറെ ആരും കപ്പ് കൊണ്ടതിൽ ഇവർ 2 പേരിൽ ഒരാൾ മാത്രമേ കപ്പ് കൊണ്ടത്. ഞാൻ പ്രതീക്ഷിച്ച ഏറ്റവും ലാസ്റ്റ് മൊമെന്റ്, കാരണം വെച്ചാൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതെയാണ് ഇവർക്ക് വോട്ട്സ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അനീഷ് ചെയ്ത. പക്ഷെ അതിന്റെ ഒരു തകിടം മറിച്ചെന്ന് വെച്ചാൽ ഈ പുറത്ത് എവിക്റ്റ് ആയി വന്ന ആൾക്കാർ അകത്ത് വന്നൊരു PR സൃഷ്ടിച്ചവര്. ഓക്കെ, അവര് സീനിയേഴ്സ് കയറി വന്നിട്ട് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്ന കണക്ക് കുറെ കണ്ടന്റ് അങ്ങോട്ട് അവര് തന്നെ കൊടുത്തു, ബൂസ്റ്റപ്പ് ആക്കി. അവര് തന്നെ ബൂസ്റ്റപ്പ് ആക്കിയിട്ട് അനുമോള് കപ്പ് കൊണ്ടുപോയതിൽ അനുമോളെ ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരല്ലേ ഇത് ചെയ്തത്. അവര് ചെയ്ത തെറ്റിന് ഇപ്പൊ അനുമോള് PR കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ചെന്നിട്ട് മിണ്ടാതിരുന്നിട്ട് വേറെ വല്ല കാര്യങ്ങൾ, വല്ല അന്താക്ഷരിയും കളിക്കാനുള്ളത് അവിടെ ചെന്നിട്ട് ഗ്രൂപ്പായിട്ട് കുത്തിത്തിരിപ്പും, എങ്ങനെ കപ്പ് കൊടുക്കാതിരിക്കാം, എങ്ങനെ ആളെ ഒറ്റപ്പെടുത്താം, എങ്ങനെ പട്ടിണിക്ക് കിടത്താം, എങ്ങനെ എന്താ പറയാ, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അമ്മാതിരിയുള്ള ഡിസ്കഷൻസ്. ലുക്ക്, ഇവര് വിചാരിക്കുന്നുണ്ട് അവിടുത്തെ ഒരു ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല എന്ന്. എല്ലാ ക്യാമറയും വർക്കിംഗ് ആയിരുന്നു. ഇതെല്ലാ വിഷ്വൽസും പുറത്തും വന്നിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും അനുമോളെ കുത്തി പറയുന്നതിൽ എന്താണ് കാര്യം? ഇവര് ചെയ്ത പ്രവർത്തിക്കാണ് വീണ്ടും അവർക്ക് നേരെ സൈബർ അറ്റാക്ക് വന്നത്. മറ്റാരുടെയും തെറ്റല്ല. പിന്നെ ഇവരുടെ ഇൻഡസ്ട്രിയിൽ തന്നെ പറയുന്നുണ്ട് ഉളുപ്പില്ലേ എന്ന്. എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ ഉളുപ്പ് എന്ന് പറയുന്ന വേർഡൊക്കെ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാരും PR കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവർക്ക് ഉളുപ്പില്ലേ എന്ന് നിങ്ങൾക്ക് പറയണമായിരുന്നു. ഒരാളെ മാത്രം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഫ്രണ്ടായ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗായ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ ആയ ഒരാള് അവിടെ പോയി അവർക്ക് അവിടെ എന്താ പറയാ നിലനിൽക്കാൻ പറ്റിയില്ല, ഔട്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അസൂയ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പം എന്താ പറയാ,
ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ആര്യന്റെ ബ്രദറിനെ ഐ ഷുഡ് സേ, ആര്യനായിട്ട് അനുമോൾ എത്രയൊക്കെ വഴക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആര്യന്റെ ബ്രദർ വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. നോക്കുക, അതൊക്കെയാണ് ഗെയിം സ്പിരിറ്റ്. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ റിലേഷൻസ് നോക്കിയിട്ടല്ല ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട, എല്ലാവരും ഗെയിം കളിക്കുന്ന ആളെ. ഇതൊരു ഷോയാണ്. ആ ഷോ കഴിഞ്ഞ് ഓഫ് കോഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, ഓഫ് കോഴ്സ് വെൽ ഗുഡ്, കപ്പ് കിട്ടിയല്ലോ, വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇമാതിരി അസൂയ നിറഞ്ഞ വാക്കുകൾ പറയുമ്പോഴേക്കും അത് നിങ്ങളിൽ ഒരു പോസിറ്റീവ് ഓറയല്ല കൊണ്ടുവരുന്നത്, നെഗറ്റീവ് ഓറയാണ്. ഓക്കെ, സോ ലൈക്ക് ഞാൻ കുറ്റം പറയുന്നത്, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, ഓരോരുത്തർ ഇഷ്ടം ഓരോന്നും എന്ത് പറയണം. പക്ഷെ നിങ്ങൾ ഈ കുറ്റം പറയുമ്പോഴേക്കും നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങളുടെ നേരെയും ലൈക്ക് ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നതെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ മറ്റുള്ള ആൾക്കാരുടെ ചെലവിലല്ല ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ സീരിയലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമകളോ കാണാൻ ആൾക്കാർ ഉണ്ടാവണം. ഓക്കെ, ആ വ്യൂവേഴ്സ് ആണ് നിങ്ങളെ, അല്ലെങ്കിൽ പ്രേക്ഷകരാണ് നിങ്ങളുടെ ബാക്ക് ബോൺ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഒരാളെ കുറ്റം പറയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. ഇനി PR എത്ര കാലം വരെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇനി എത്ര ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്, എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഇതൊക്കെ ആയിരിക്കും. ഓഫ് കോഴ്സ് ഇതുവരെ 16 ലക്ഷം കൊടുത്തു എന്നായിരിക്കും, 7 ലക്ഷം പോയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, 11,000 അങ്ങോട്ട് കൊടുത്തതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി അതിനെ ചൊല്ലിയുള്ള സംഭവങ്ങളാണ്, അതിനെ ചൊല്ലിയുള്ള കണ്ടന്റ്സ് ആണ് ഇപ്പൊ ബ്ലോഗേഴ്സ് ഫുള്ള് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോ അനുമോൾ, ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ സക്സസ്. ഓക്കെ, ബൈ.